ഹേ ഓൾ, ഇറ്റ്സ് മൺഡേ മോർണിംഗ്. ഇപ്പോൾ രാവിലെ തന്നെ ലഞ്ച് ബോക്സും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാനുള്ള ഓട്ടത്തിലാണ്. 2 ദിവസത്തെ ലീവിന് ശേഷം ക്ലാസ്സിൽ പോകുന്നുണ്ട്. പിള്ളേർക്ക് ചെറിയ മടിയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചോക്ലേറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരുമെന്ന് സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ നല്ല മഴയായതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ മൂടി പോച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള അത്രയും മടിയായിരുന്നു. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എത്ര തവണ വിളിച്ചാലും എണീക്കാൻ ഇവർക്ക് രണ്ടാൾക്കും വയ്യ. നേരം മറിച്ച് സ്കൂളില്ലാത്ത ദിവസം നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് ലേറ്റായിട്ടൊക്കെ എണീക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ അവർ രാവിലെ തന്നെ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ബാക്ക് ടു ലഞ്ച് ബോക്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ബാറ്റർ ഒഴിച്ചു. അതിൽ ഞാൻ ചെറിയൊരു ഡയറി മിൽക്കിന്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി ബാറ്റർ ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് ആവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ 3 ചപ്പാത്തി തീരെ കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നേ. ഇപ്പോൾ സ്കൂൾ തുറന്നതിൻ്റെ ശേഷം ആൾക്ക് ചപ്പാത്തിയേ മതി. ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ആൾക്ക് ചപ്പാത്തി മതി. വേറെ എന്ത് വെച്ച് കൊടുത്താലും, ആൾക്ക് എത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് വെച്ച് കൊടുത്താലും ആൾക്ക് വേണ്ട. അപ്പോൾ നമ്മൾ സ്നാക്കായിട്ട് ഉണ്ണിയപ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പ്രിങ്കിൾസ് വെക്കുന്നുണ്ട്. ഒരു സോപ്പിംഗ് തന്നെയാണ് അതും. പിന്നെ കുറച്ച് പിസ്തയും വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂത്ത ആളുടെ ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാമ്പാർ, അതുപോലെ തന്നെ ഉണക്കമാങ്ങ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായാലും വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത്, പിന്നെ കുറച്ച് കാടമുട്ട, ഒരു 3 കാടമുട്ട വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ ചോറിട്ടു, ലഞ്ച് ബോക്സ് കറിയും അതുപോലെ തന്നെ അച്ചാറൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ മൂത്ത ആളുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആൾക്ക് എന്നും ഇത് തന്നെയാണ് കൊടുക്കാറുള്ളത്. ചപ്പാത്തി മതി എന്ന് പറഞ്ഞ വാശിയാണ്. അപ്പോൾ ചപ്പാത്തി വെച്ചു, അതുപോലെ തന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചു, പിന്നെ കാടമുട്ടയും വെച്ചു. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാട്ടർ ബോട്ടിലും കൂടെ വെച്ചാൽ അവർ ലഞ്ച് ബോക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബൈ.